കഴിഞ്ഞ ഐപിഎല്ലിലെ നിരാശാജനകമായ പ്രകടനത്തിന് പിന്നാലെ രാജസ്ഥാൻ വിടാനുള്ള താൽപര്യം സഞ്ജു സാംസൺ അറിയിച്ചതോടെയാണ് ചെന്നൈ സഞ്ജുവിന് പിന്നാലെ എത്തിയത്. അടുത്ത ലേലത്തിലോ താര കൈമാറ്റത്തിലോ ഉൾപ്പെടുത്തണമെന്ന് സഞ്ജു രാജസ്ഥാനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെ സഞ്ജുവിനായി KKRഉം CSKയും രംഗത്തെത്തുകയായിരുന്നു. ധോണിയുടെ പിന്മുറക്കാരനായി സഞ്ജുവിനെ ടീമിലെത്തിക്കുകയാണ് ചെന്നൈയുടെ ലക്ഷ്യം. അതേസമയം പുറത്തുവരുന്ന വിവരങ്ങൾ ചെന്നൈക്ക് അനുകൂലമല്ല. സഞ്ജുവിനെ കൈമാറുന്നതിനായി ചെന്നൈയുടെ നായകൻ രുതുരാജ് ഗെയ്ക്വാദിനെയും സ്റ്റാർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയും രാജസ്ഥാൻ ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഈ ആവശ്യത്തിൽ രാജസ്ഥാന് മുന്നിൽ രുതുരാജിനെയും ജഡേജയെയും വെച്ച് ചെന്നൈ വിലപേശാൻ തയ്യാറായിട്ടില്ല. ശിവം ദുബെയുടെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. അതേസമയം ചെന്നൈ താരങ്ങളെ ആരെയും വിട്ടുകളയാൻ തയ്യാറല്ലെന്നാണ് വിവരങ്ങൾ. താര കൈമാറ്റം നടന്നില്ലെങ്കിൽ സഞ്ജുവിനെ ഡിസംബറിൽ നടക്കുന്ന മിനി താരലേലത്തിൽ സ്വന്തമാക്കാനാണ് ചെന്നൈയുടെ തീരുമാനം. നേരത്തെ മുൻ നായകൻ MS ധോണിയും വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. ടീമിന് ആവശ്യമായ താരങ്ങളെ ലേലത്തിൽ ചെന്നൈയിലെത്തിക്കുമെന്നായിരുന്നു ധോണിയുടെ പ്രതികരണം. ഇതിന് പിന്നാലെ സഞ്ജു ചെന്നൈയിലെത്തിയതടക്കം മാറ്റത്തിന്റെ സൂചനയായിട്ടാണ് ക്രിക്കറ്റ് ലോകം കരുതുന്നത്. മാനേജ്മെന്റുമായുള്ള അഭിപ്രായ വ്യത്യാസമാണ് താരം രാജസ്ഥാൻ വിടുന്നതെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ സീസണിൽ ജോസ് ബട്ട്ലറെ കൈവിട്ടതാണ് സഞ്ജുവും ഫ്രാഞ്ചൈസിയും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് തുടക്കം. ടീമിൽ തുടരാൻ ആഗ്രഹമില്ലാത്ത താരത്തെ കൈവിടാനാണ് രാജസ്ഥാന്റെ നീക്കം. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.